ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പുതിയൊരു പ്രഭാതം ദൈവമായ കർത്താവ് നമുക്ക് നൽകിയതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ഹഗ്ഗായിയുടെ പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെയും 5-ാമത്തെയും തിരുവചനത്തിൽ. ദേശവാസികളെ, ധൈര്യം അവലംബിക്കുവിൻ. കർത്താവ് അരുളിച്ചെയ്യുന്നു, പണിയുവിൻ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു, ഭയപ്പെടേണ്ട. കർത്താവ് വളരെ വ്യക്തമായിട്ട് ദൈവജനത്തോട് പറയുകയാണ്, എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നതിനാൽ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് പണിയുവാനുള്ളത് ധൈര്യമായി പണിതുകൊള്ളുവിൻ. ആലയമാണേലും ദേവാലയമാണേലും നിങ്ങളുടെ ജോലിയിലാണേലും നിങ്ങളുടെ പ്രോജക്റ്റുകളാണേലും നിങ്ങളുടെ ബിസിനസ്സുകളാണേലും എന്താണോ പുതുതായിട്ട് പണിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് ദൈവനാമത്തിൽ നിങ്ങൾ പണിയുവാൻ തുടങ്ങിയാൽ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് അത് സക്സസ്സായി വരും. ഭവനം പണിയണമെന്ന് ആഗ്രഹിക്കുന്നവർ, ദേവാലയം പണിയണമെന്ന് ആഗ്രഹിക്കുന്നവർ, പുതിയ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ, കർത്താവേ, നിൻ്റെ ആത്മാവ് ഞങ്ങളുടെ ഇടയിൽ വസിക്കുന്നുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ, നീ ഈ ഭവനം ഞങ്ങൾക്ക് പണിത് തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പണിയുവാൻ തുടങ്ങുന്നു. ഈ ബിസിനസ്, ഈ പ്രോജക്റ്റ്, ഈ വിദ്യാഭ്യാസം എന്തായിരുന്നാലും അതെൻ്റെ ജീവിതത്തിൽ പുതുതായിട്ട് തുടങ്ങുന്നതാണ്. അത് കർത്താവ് എനിക്ക് വേണ്ടി പണിത് സക്സസ്സാക്കി തരും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവനാമത്തിൽ നിങ്ങൾ ആ പ്രവൃത്തി ചെയ്യുവാൻ തുടങ്ങുക. ദൈവം ഈ വചനം നിങ്ങൾക്കെല്ലാവർക്കും ഒരനുഗ്രഹമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സമാധാനം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. നിങ്ങൾ ചെയ്യുവാൻ തുടങ്ങുന്ന എല്ലാ പ്രവൃത്തികളും, നിങ്ങൾ പണിയുവാൻ തുടങ്ങുന്ന എല്ലാ പ്രവൃത്തികളും ദൈവനാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവാത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ തിരുവചനം നിങ്ങൾക്കൊരനുഗ്രഹമായി നിങ്ങളുടെ ജീവിതത്തെ പുതുതാക്കി മാറ്റുന്ന ഒരു അനുഭവമായി മാറട്ടെ. നിങ്ങളുടെ ജീവിതം പോലും നിങ്ങൾക്ക് യേശു ക്രിസ്തുവിൽ പണിതെടുക്കുവാൻ സാധിക്കും. പഴയതിനെ മുഴുവനും ജീവിതത്തിൽ നിന്നും മാറ്റി, കുറവുകളെ മുഴുവനും ദൈവനാമത്തിൽ മാറ്റി പുതിയൊരു വ്യക്തിയായി മാറുവാൻ, പുതിയൊരു മനുഷ്യനായി നിങ്ങളെ തന്നെ പണിയുവാൻ നിങ്ങൾക്ക് ശ്രമിക്കാം. കാരണം കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളുടെ കൂടെയുള്ളതിനാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും സാധ്യമായി കിട്ടും. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.